നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 10-ാം തീയതി, 1200-ാം ആണ്ട് മീനമാസം 27-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ദിവസമാണ്, ഗുരുവിൻ്റെ ദിവസമാണ്. ഗുരുവിൻ്റെ ദിവസത്തിനുള്ള പ്രാധാന്യം ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷമുണ്ടെങ്കിലും ഗുരു മാറ്റിത്തരും. അപ്പോൾ ഗുരുവിൻ്റെ ദിവസമാണെന്ന് മാത്രമല്ല, ഇന്നത്തെ നക്ഷത്രവും പൂരം നക്ഷത്രം നല്ല നക്ഷത്രമാണ്. ഐശ്വര്യപ്രദമായ നാള്, നല്ല ദിവസം, എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. രാവിലെ എണീറ്റ് സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. പ്രത്യേകിച്ച് ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ധനപുഷ്ടിക്ക് വേണ്ടി വല്ല ലോണിനോ മറ്റേതെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾക്കോ ഒക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസം വളരെ അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പൂരം നക്ഷത്രം, അതായത് മീനമാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അത് ചെയ്യുന്ന ജോലിയിലാവാം, ബിസിനസ്സിലാവാം, സൈഡായിട്ട് എന്തെങ്കിലും കൂടി ചെയ്ത് അതിൽ നിന്ന് ഇൻകം ഉണ്ടാവാം. അതുപോലെ ഷെയർ മാർക്കറ്റോ മറ്റ് ഊഹ കച്ചവടങ്ങളോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ അപ്രതീക്ഷിതമായ നേട്ടം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടം വരും. പ്രതീക്ഷിക്കാത്ത നേട്ടം എന്ന് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മാർഗത്തിലൂടെ നമുക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കണം, അതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ കൂടെ പൈസ വരുന്നതിനെയാണ് അപ്രതീക്ഷിത നേട്ടം എന്ന് പറയണേ. അതുകൊണ്ട് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്തെ കളയാതിരിക്കുക, ഉപയോഗമാക്കി മാറ്റുക. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കണം എല്ലാവർക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യം നല്ല സമയമാണ് എല്ലാവർക്കും എന്ന് ഞാൻ പറഞ്ഞു. ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യം മാത്രമല്ല, എല്ലാവർക്കും കൊള്ളാം. എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. 1:57 തൊട്ട് 3:29 വരെ ആണ് രാഹുകാല സമയം. ഈ സമയം യാത്രയ്ക്ക് മാറ്റിവെക്കുക. യാത്ര ഈ സമയത്ത് ചെയ്യരുത്. ഈ സമയം മാറ്റിവെച്ച് വേണം യാത്ര തുടങ്ങാനും. അല്ലെങ്കിൽ ഈ സമയത്ത് യാത്ര തിരിച്ചാൽ നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ഇത്ര നല്ല ദിവസം എന്ന് പറഞ്ഞാലും ചുറ്റിക്കും. അതുപോലെ ഗുളിക കാലവും യമകണ്ഠ കാലവും എല്ലാ ദിവസവും ഉണ്ട്, അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയം വരുന്നത്, ഗുളിക കാല സമയം വരുന്നത് 9:23 തൊട്ട് 10:54 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:20 തൊട്ട് 7:52 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:02 തൊട്ട് 12:50 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം. ഇത് നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണം, ഇറങ്ങിയാൽ മാത്രമല്ല വീട്ടിൽ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ഗുരുവിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും. മഞ്ഞ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ മഞ്ഞയുടെ അംശം കൂടി ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.